ഇന്നിപ്പോൾ നമ്മൾ ടൂംബോയിലെ കാർണിവൽ കാണാൻ പോവാണ്. ശരിക്കും പറഞ്ഞ ഇതൊരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പോയത്. ഓസ്ട്രേലിയയിൽ വന്നേ പിന്നെ പ്ലാനിങ്ങുകൾ ഇല്ലാണ്ടുള്ള പോക്കുകളാണ് കൂടുതൽ. ഇതിന് വർക്ക് ചെയ്യുന്ന ഫെസിലിറ്റിയുടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നടന്നാ പോയിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഷിഫ്റ്റ് കഴിഞ്ഞ് ഊബറിൽ വരുമ്പോൾ ഞാൻ ഈ കാർണിവൽ നടക്കുന്നത് കാണാറുണ്ട്. പക്ഷെ ഇന്ന് പോകുന്നൊന്നും ഞാൻ ഓർത്തിട്ടില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നാട്ടിലെ പള്ളിപ്പെരുന്നാൾ അതുപോലെ തന്നെ ചെറിയ പരിപാടികളിലൊക്കെ ഒരു സെറ്റപ്പ് തോന്നി. കാരണം സിമിലർ ആയിട്ടുള്ള റൈഡ്സ്, ചെറിയ ചെറിയ ഗെയിംസ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. കഴിഞ്ഞ് പോയതുകൊണ്ട് തന്നെ ചെറിയ രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഓർത്ത് എന്തെങ്കിലും മേടിച്ച് കഴിക്കാമെന്ന്. അവിടെ കുറേ ഫുഡ് ട്രാക്സും അതും ഇതൊക്കെ ഉണ്ടായിരുന്നേ. അതിൽ ഞങ്ങൾ ലോഡഡ് ഫ്രൈസ് പോലത്തെ എന്തോ ഒരു സാധനമാണ് മേടിച്ചത്. എനിക്ക് അവിടെ നിന്ന് പിന്നെ പുറത്തുനിന്ന് മേടിക്കുന്ന പാതി സാധനങ്ങൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അതും വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് 8 മണിയായപ്പോൾ എന്തോ കറക്റ്റ് ടൈം ഞാൻ ഓർക്കുന്നില്ല, ഫയർ വർക്ക്സ് ഒക്കെ തുടങ്ങി. വന്നതിൽ കുറേ പേര് ഈ ഫയർ വർക്ക്സ് ആണ് വരുന്നത്. ഫയർ വർക്ക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് തിരക്കൊക്കെ കുറയും. അങ്ങനെ ഇതിലും കുറേ കറങ്ങി നടന്ന് ഓരോ റൈഡ്സ് ഒക്കെ ഉണ്ട്. അവസാനം ഞങ്ങൾ ഇതിൽ കയറാൻ തീരുമാനിച്ചേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റൈഡ്സിൽ കയറണമെങ്കിലും അതിന് ഇത്ര കൂപ്പൺ കൊടുക്കണം. ഓരോ കൂപ്പണിനും $2. ഇവിടെ മൊത്തത്തിൽ നമുക്ക് 6 കൂപ്പണാണ് കൊടുക്കേണ്ടി വന്നു. ഓരോ റൈഡ്സ് അനുസരിച്ച് എത്ര കൂപ്പൺ കൊടുക്കണം എന്നുള്ളതും വേരി ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ റൈഡ്സിലേക്ക് കയറാൻ ഇഷ്ടമാണ് എന്ന് ചെറിയ പേടിയും. പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കില്ല. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. തുടക്കത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ എല്ലാം സ്മൂത്ത് ആയിരുന്നു. എനിക്കാണെങ്കിൽ നല്ല രീതിക്ക് തണുക്കുന്നുണ്ടായിരുന്നേ. എത്ര നാളിവിടെ അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പോയ ദിവസം അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ അതിലും കയറി കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ കയറിയത് ഈ റൈഡിലാണ്, ക്ലിഫ് ഹാങ്ങർ എന്ന് പറഞ്ഞിട്ട്. ഇതിൽ നമ്മളിങ്ങനെ കിടക്കും, എന്നിട്ട് ഇത് ഓരോ ലെവൽ അനുസരിച്ച് പൊങ്ങി വരും. നേരത്തെ കയറിയ ഫ്ലൈയിങ് സ്വിങ്ങിനേക്കാളും സ്പീഡ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇതിലേക്ക് നടന്ന് അവിടുത്തെ ഗെയിംസും കടകളൊക്കെ കണ്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ ഊബർ ബുക്ക് ചെയ്യും. ഇവിടെ ഫ്ലവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് പെരേഡൊക്കെ ഉണ്ടാവും. അതൊരു കോമ്പറ്റീഷൻ ആയിട്ട് നടത്തുക. പല കമ്മ്യൂണിറ്റികളും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഷോപ്സ് ഒക്കെ ഫ്ലവർ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഊബറൊക്കെ വന്ന് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.